നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊല്ലുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ഇതിനകത്ത് മതമില്ലേ? മതം ചോദിച്ചു കൊന്നതിനും മതമില്ലേ? ഇവർ ഏത് തീവ്രവാദികളെയാണ് വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എത്ര തന്നെ പെയിന്റ് അടിച്ചാലും ശരി, ഈ ഭീകരരുടെ മുഖം എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങളെ പോലെ വിരലിലെണ്ണാവുന്ന ചിലർ ജീവൻ പണയം വെച്ച് ശ്രമിക്കുക തന്നെ ചെയ്യും. ഈ ഭീകരർ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബാണ് ലക്ഷ്യം വെക്കുന്നത്. മദ്രസകളിലൂടെ ചെറിയ കുട്ടികളിലെ ആ തലം മുതൽ തന്നെ ഇവർ ഭീകരതയും തീവ്രവാദവും പാകിസ്ഥാൻ പ്രേമവും ഇന്ത്യ വിരുദ്ധതയുമാണ് കുഞ്ഞുങ്ങളെ വരെ പഠിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ അങ്ങനെ യുദ്ധം ചെയ്ത മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ മരണം വരെ പോരാടുക തന്നെ ചെയ്യും ജനങ്ങളോട് അത് എത്തിക്കുന്നതിന് വേണ്ടി. മതത്തിന്റെ പേര് ചോദിച്ച ശേഷം തുണി ഉരിഞ്ഞ് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോയിന്റ് ബ്ലാക്കിൽ വെടി ഉതിർക്കുന്നതിനെ മതതീവ്രവാദം എന്നല്ലേ നിങ്ങൾ പറയുക? ഭീകരത എന്നല്ലേ പറയുക? ഈ ഭീകരവാദത്തിനും മതമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെയാണ് തീവ്രവാദത്തിന് പുതിയ നിർവചനം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ലെന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നുമുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ പ്രത്യക്ഷപ്പെടുന്നതിന്റെ വികാരം നമുക്ക് മനസ്സിലാകും. പക്ഷേ ചില മലയാളികളാകുന്ന ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ അവരെങ്ങനെയാകുന്നത് നമുക്ക് അത്ഭുതമില്ല. പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അഹങ്കാരം പറച്ചിൽ. അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീവ്രവാദ കമാൻഡർമാരെ വിമാനത്തിൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു. സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടയിലാണ് ദാറിന്റെ പരാമർശം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടിയും അംഗീകരിക്കുന്നില്ല എന്ന് ദാറു പറഞ്ഞു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെക്കുറിച്ചും മന്ത്രി ദാറു പ്രതികരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ 240 ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. നിങ്ങൾക്കിത് തടയാൻ കഴിയില്ല എന്നും ഇതൊരു യുദ്ധത്തിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും തന്ന് ഞങ്ങളുടെ ആളുകളെ നിങ്ങൾ കൊല്ലുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ ചോര ഒഴുക്കുമ്പോൾ ഞങ്ങൾ വെള്ളം ഒഴുക്കി തരണമെന്നോ നരേന്ദ്രമോദി ചോദിച്ചതുപോലെ? ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാന രീതിയിലൂടെ മറുപടി നൽകുമെന്നും ദാർ പറഞ്ഞു. ദാറിന്റെ വാക്കുകളെ ഗൗരവത്തിൽ ഇന്ത്യ എടുത്തിട്ടുണ്ട്. തീവ്രവാദികളെ ദാർ അനുകൂലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യൻ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി നൽകുമെന്നാണ് ഇഷാഖ് ദാർ പറഞ്ഞത്. സിന്ധു നദീജല കരാർ പ്രകാരം ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന വെള്ളം തിരിച്ചുവിടാനുള്ള ഏതൊരു നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നും പാകിസ്ഥാൻ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ 3 പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അമേരിക്കയ്ക്കു വേണ്ടി പലതും ചെയ്തു എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചു. ലഷ്കർ-ഇ തൊയ്ബയെ കുറിച്ച് അറിയില്ലെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള അതിന്റെ ശാഖയായിട്ടുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ലഷ്കർ-ഇ തൊയ്ബ ഒരു പഴയ വാക്കാണ്, അതിപ്പോൾ നിലവിലില്ലെന്നാണ് ഖ്വാജ പറയുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച നടപടികളിലേക്ക് ഇന്ത്യ കടന്നു. പാക് പൗരന്മാർക്കുള്ള വിസ നടപടികൾ നിർത്തലാക്കി. 27-നകം പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ വിസ കാലാവധി ഏപ്രിൽ 29 വരെ മാത്രമാണ്. ഇന്ത്യൻ നടപടികൾക്ക് മറുപടിയുമായി പാകിസ്ഥാനും രംഗത്ത് വന്നു. നിയന്ത്രണ രേഖയെ മാനിക്കുന്ന 1972 സിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിച്ചു. ഇതിനൊപ്പം എല്ലാ ഉഭയകക്ഷി കരാറും മരവിപ്പിക്കും. പാക് വ്യോമ മേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും വാഗ അതിർത്തി അടയ്ക്കുകയും ചെയ്തു. വാണിജ്യ ഇടപാടുകൾ മരവിപ്പിച്ചു. ഇന്ത്യൻ മിലിറ്ററി അറ്റാഷെമാർ ഏപ്രിൽ 30-നുള്ളിൽ രാജ്യം വിടണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പാകിസ്ഥാന്റെ പ്രേമം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമുക്ക് മനസ്സിലാകാത്തത് ഇന്ത്യക്കകത്തിരുന്ന് കേരളത്തിനകത്തിരുന്ന് പാകിസ്ഥാനെ വെള്ളപൂശുന്ന തീവ്രവാദത്തെ പെയിന്റ് അടിക്കുന്ന മീഡിയ വണ്ണ് പോലെയുള്ള
ചാനലുകാരുടെ വെള്ളപൂശലാണ് നമുക്ക് മനസ്സിലാകാത്തത്. പഹൽഗാം ഭീകരാക്രമണത്തെ മഹത്വവൽക്കരിച്ചിട്ടാണ് മീഡിയ വൺ രംഗത്ത് വന്നത്. DGPക്ക് ശക്തമായ രൂപത്തിൽ ഒരു പരാതി എത്തിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മീഡിയ വൺ ചാനലിനെതിരെ DGPക്ക് പരാതി നൽകി BJP. ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലൂടെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ചു എന്നാണ് പരാതി. നിഷാദ് റാവുത്ത്, SA അജിംസ്, മീഡിയ വൺ ഇൻ ചീഫ് എന്നിവർക്കെതിരെയാണ് പരാതി. 23-ന് സംപ്രേഷണം ചെയ്ത പരിപാടിക്കെതിരെയാണ് പരാതി. തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുകയാണെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയാണ് ലക്ഷ്യമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിനീഷ് ചേരുന്നു. വിവരങ്ങളുമായി വിനീഷ്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായും മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമം മീഡിയ വൺ ചാനലിന്റെ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് നിഷാദ് റാവുത്തർ, SA അജിൻ, ഓൺലൈൻ എഡിറ്റർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ പഞ്ചാബിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നാണ് പരാതി. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുമുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഈ ഒരു വലിയ രീതിയിൽ നടന്ന ഭീകരാക്രമണം. രാജ്യം മുഴുവനും ഈ ഭീകരാക്രമണത്തെ ഒരേ സ്വരത്തിൽ ചേർക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മാധ്യമത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ, പ്രത്യേകിച്ച് മീഡിയ ചാനലിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ, അവിടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലാണ്, എന്ന പരിപാടിയിൽ സംപ്രേഷണം ചെയ്തതിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇടവരുത്തിയതെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടുതലായി കാശ്മീരിൽ ഉണ്ടാകാനുള്ള സാഹചര്യവും എന്നാണ് ഈ പരിപാടിയിൽ സംപ്രേഷണത്തിലുടനീളം ഇതിന്റെ അവതാരകരായ രണ്ടുപേരും വ്യക്തമാക്കുന്നത്. ഇതിനെതിരെയാണ് BJP നേതൃത്വം പ്രധാനമായും പരാതി നൽകിയിരിക്കുന്നത്. ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായി മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ചാനൽ തന്നെ അവരുടെ പ്രോഗ്രാമിനെ ഒരു മതസ്പർദ്ധ വളർത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമം ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, നേരത്തെ CPM സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പരാമർശമായിരുന്നു CPM നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത്. അതിനെ കുടപിടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ആ പ്രോഗ്രാമിൽ പ്രധാനമായും ഒരു മാധ്യമം ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതും കേന്ദ്ര നിലപാട് തെറ്റായിരുന്നു എന്ന തരത്തിൽ പരാമർശിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ വ്യക്തമായി ഒരു രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരിതിരിവിന് ഇടയുണ്ടാക്കിയത് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരിപാടിയുടെ ഉടനീളമുള്ള വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നത് എന്ന് പറയാത്തതിൽ വളരെ സന്തോഷമുണ്ട്. സംരക്ഷണം നടന്നത് അതിന്റെ പ്രധാന കണ്ടന്റ് അത്തരത്തിലായിരുന്നു. പ്രത്യേകിച്ച് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ഭീകരാക്രമണത്തെ അതിനെ അനുകൂലിക്കുന്ന നിലപാടുമായിരുന്നു ഈ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ആ പരിപാടി, ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ ആ പരിപാടി നടത്തിയ അവതാരകനും ഒപ്പം തന്നെ ഈ ചാനലിന്റെ മേധാവിക്കുമെതിരെയാണ് BJP നേതൃത്വം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സ്ഥിരം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയല്ലേ മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ്? നേരത്തെയും ഈ പറഞ്ഞ അവതാരക നിഷാദ് റാവുത്തറും അതുപോലെ അജിംസും സ്ഥിരമായി വിഷം തുപ്പുന്ന പരാമർശങ്ങൾ നടത്തുന്നതും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് BJP നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇവരുടെ ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ കൂടുതൽ വെറുപ്പ് വളർത്താം അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കാം എന്നതിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഗവേഷണം നടത്തി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട്, പ്രോഗ്രാമായിട്ട് ഔട്ട് ഓഫ് ഫോക്കസ് മാറി എന്ന രീതിയിൽ പരാതി നൽകിയിരുന്നു. ചില നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DGP ഈ പരാതിയിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായിട്ട് അറിവുണ്ടോ? തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനവും ദേശവിരുദ്ധതയും സംരക്ഷണം ചെയ്യുന്നതിനുള്ള ഒരു കടുത്ത രീതിയിലുള്ള ഒരു നിമിഷം ഒന്ന് ഇടപെടുകയാണ്. പരാതി നൽകിയ BJP നേതാവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ ചേരുന്നു. അഡ്വക്കേറ്റ് JR പത്മകുമാർ, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ മീഡിയ വൺ ചാനലിനെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി വല്ല നടപടി ഉണ്ടായിട്ടുണ്ട്? എന്താണ് വിശദാംശങ്ങൾ? DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ ഞാൻ പരാതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂപ് ഫയൽ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നോക്കി ഫയൽ ചെയ്തെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സെക്കുലർ ഫാബ്രിക്കിനെ തടം മറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള പരിപാടി ഒരു എഡിറ്റോറിയൽ പ്രോഗ്രാമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്ത ആളുകളുടെ ഒപ്പീനിയൻ അല്ല, അത് ചാനലിന്റെ തന്നെ ഒപ്പീനിയനായിട്ട് കണക്കാക്കാൻ പറ്റും. ഈ സമൂഹത്തിനിടയിൽ വിദ്വേഷം വളർത്താനും ചേരിയെ വളർത്തുന്നതിനും അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടം സംസാരിക്കുന്ന ആളുകൾ വിമർശിക്കുന്നതിന് എതിർപ്പില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സാണ്. പക്ഷെ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എല്ലാ തീമകളിലും ലംഘിച്ചുകൊണ്ട് ഒരു അധികാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ഗൂഢാലോചനപരമായിട്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്രയും നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇൻസിയേറ്റ് ചെയ്ത് ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ഗവൺമെന്റിനെതിരായി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിനെതിരായിട്ടുള്ള യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. വേജിംഗ് വാർ അഗൻസ്റ്റ് ദി കൺട്രി എന്നുള്ളത് തന്നെയാണ്.
അതുകൊണ്ട് തന്നെ പരാതി വലിയ സീരിയസ് ആയി പരാതി കൊടുത്തുള്ളത് ഈ സമൂഹത്തിനിടയിൽ ഈ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണം, അതിലൂടെ അതുപോലെ തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണം, അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള പ്രചരണം, ഇതൊക്കെ മൊത്തം ആ പരിപാടി നമ്മൾ 1.5 മണിക്കൂർ പരിപാടി കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇന്ത്യ എന്നുള്ള രാജ്യം നിലനിർന്നെങ്കിൽ മാത്രമേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തൂ. അപ്പൊ അതിന് ആ രാജ്യത്തിൽ തന്നെ തടസ്സുന്ന രീതിയിലുള്ള ഭരണ സംവിധാനത്തെ തടസ്സുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയായിട്ട് ഇതിനെ കാണേണ്ടി വരും. ഇത് നിരന്തരം ഒരു പ്രോഗ്രാമൊന്നുമല്ല, ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്നുള്ള നിലയിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു രീതിയാണ് ചാനൽ അനുവദിച്ചിരുന്നത്. അത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് DGPക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിന് നടപടിക്ക് മുന്നോട്ട് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള നിയമ നടപടികൾ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ദീപക്, നേരത്തെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി നേരിട്ട വാർത്താ ചാനലാണ് മീഡിയ വൺ. अपने यहाँ डेंटिस्ट की फीस മീഡിയ വൺ അതറിയാം. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ഊന്നിയതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം താക്കാൻ BJP ഗവൺമെന്റ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പദങ്ങളെ താക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷേപത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ അർബൻ നക്സൽ അവരുടെ കൂട്ടായ്മയും. അതല്ലാതെ ഈ ഇത്തരത്തിലുള്ള വിധ്വംസന പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്ന ആളുകളും ഒക്കെ അത് പ്രചരണം നടത്തിയല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രചരണം സമൂഹത്തിൽ വന്ന സമയത്ത് ഈ കോടതി തന്നെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകാതെ ഇവരുടെ എയിം എന്താണ്, ലക്ഷ്യം എന്താണ്, ഇവരുടെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോകാതെ ഒരു ബാഹ്യമായിട്ടുള്ള തന്നെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാനലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തേണ്ടതെന്ന് വെച്ചിട്ട് കോടതി എടുത്ത തീരുമാനമാണ്. അങ്ങനെ കോടതി കൊടുത്ത ഒരു സൗകര്യത്തെ മിസ്യൂസ് ചെയ്യാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. എന്ന് പറയാൻ ചാനൽ രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തി, മതേതരത്വം പ്രയോജനപ്പെടുത്തി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് എന്ന് വന്നാൽ മൗദൂദി ചാനലിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും എതിരായിട്ട് എന്തെങ്കിലും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നന്ദി.